ഹലോ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു കട്ടിങ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയുടെ അളവനുസരിച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളൊരു വീഡിയോ കാണിച്ചത്. അതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇത് സ്റ്റിച്ചിങ് വീഡിയോ ആണത്. ഇതിൽ ബേക്ക് പാർട്ടാണത്. ഇത് നമ്മൾ നെക്ക് എടുത്തിട്ടില്ല, ഇതിൻ്റെ ബേക്ക് പാർട്ടാണ്, ബ്ലൗസിൻ്റെ ബേക്കിലെ ഭാഗമാണ്. സിമ്പിളായിട്ടുള്ളൊരു കട്ടിങ് വീഡിയോ ആണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബേക്കിലെ പീസ്, ഈ ബേക്കിലെ പീസിന് നെക്കിൻ്റെ ഭാഗത്ത് വെക്കാനുള്ള ഒരു കട്ടിങ് പീസാണത്. അതും കഴിഞ്ഞു. അതിന് ശേഷം ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ പീസായിട്ട് വരുന്നത്. ഫ്രണ്ടിലെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കുള്ള 2 പീസാണത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് സ്ലീവാണ്. സ്ലീവിൻ്റെ പാർട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ബട്ടനും ഹോളും വെക്കാനുള്ള 2 ബെൽറ്റാണത്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ താഴേക്ക് വരുന്നത് നമ്മുടെ ബാൻഡ്, കട്ടിങ് പീസായിട്ടുള്ള ബാൻഡാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ടിലെ നെക്കിന് വെക്കാനുള്ളൊരു ക്രോസ് പീസ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ബ്ലൗസിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്. ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മാറ്റി വെച്ചതിൽ നിന്ന് ആ 2 ക്രോസ് പീസ് മാത്രമായിട്ട് എടുക്കാം. ഓക്കെ, ആ 2 ക്രോസ് പീസ് മാത്രമായിട്ട് എടുത്തുകൊണ്ട് നമുക്കിവിടെ ഇതൊന്ന് യോജിപ്പിക്കാം. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ഇതൊന്ന് യോജിപ്പിച്ചിട്ട് വരാട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഇത് യോജിപ്പിച്ചിട്ടുണ്ട്. വീഡിയോയിലെടുത്ത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം കളറായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ആ സ്റ്റിച്ച് ചെയ്തത് കാണാതിരിക്കുന്ന കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് ഇങ്ങനെ, ഇത് അറിയാലോ ക്രോസ് പീസായിരുന്നു, ഇത് 2 യോജിപ്പിച്ച്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വെക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്തതിൽ നമ്മുടെ ബാൻഡ് ആയിരുന്നു അല്ലേ. നമുക്ക് ഈ ബാൻഡും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് വരാം. ഇങ്ങനെ ഈ ഒരു രീതിയിൽ 3 പീസായിട്ട് നമുക്ക് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാട്ടോ. കാരണം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെൻറ്റർ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള പീസിൽ ബാക്കിയുള്ളതൊക്കെ സിംഗിൾ പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റും റൈറ്റും മാറിപ്പോവാത്ത വിധം സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, ഞാനിതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഒരെണ്ണം ഇങ്ങനെ വെക്കുക. അതിനുശേഷം അതുപോലത്തെ മറ്റൊരു പീസ് കൂടി സെൻറ്ററിൽ വെക്കുക. മൊത്തം 3 പീസാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം വീണ്ടും ഒരു പീസ് എടുത്തിട്ട് അതുപോലെ തന്നെ വെക്കുക. ഓക്കെ, ജസ്റ്റ് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് ഞാൻ. ഇനി ഇപ്പുറത്തെ ഭാഗത്ത് ഓക്കെ, 3 പീസും 6 പീസായി ലെഫ്റ്റ് റൈറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ച് വരാം. അതേപോലെ ഇവിടുന്ന് ഇങ്ങനെ നീളത്തിൽ ഈ 2 സൈഡും തയ്ച്ച് വരാം. ഓക്കെ, നമ്മളിപ്പോൾ 2 പീസും സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കളർ ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്ലോത്തിനേക്കാൾ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയ്ക്കകത്ത് ശരിക്കായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ സെയിം കളർ നൂല് തന്നെ എടുക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഒരു ലെയർ എടുത്ത് പുറത്തേക്ക് മറിക്കാം. ഇവിടുന്ന് അതേപോലെ ഒരു ലെയർ, മൊത്തം 3 ലെയറല്ല ഇവിടെ വേണ്ടത്. അതിൽ നിന്ന് ഓരോ ലെയർ എടുത്തിട്ട് പുറത്തേക്ക് മറിക്കാം. പുറത്തേക്ക് മറിച്ച് വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ലാസ്റ്റ് ഭാഗം വെച്ചിട്ട് തയ്ച്ച് തരാം. ഇവിടെ പതിച്ച് തയ്ക്കാമെന്ന് പറയും. ഇങ്ങനെ വിരിച്ച് വെച്ചിട്ട് തന്നെ നീളത്തിൽ തയ്ക്കാം. ഇങ്ങനെ തന്നെ തയ്ക്കുമ്പോൾ നമുക്ക് എന്താവുമെന്നറിയോ, ലെഫ്റ്റും റൈറ്റും മാറൂല. ഇത് രണ്ടത് ഇവിടെ ഒരു ഇതുണ്ടല്ലേ, നമ്മൾ തയ്ച്ചത് നീളത്തിൽ തന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന് ലെഫ്റ്റും റൈറ്റും മാറൂല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതും കൂടി തയ്ച്ചിട്ട് വരാം. തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു ലെയർ ഇങ്ങോട്ട് കൊടുത്തു എന്നുള്ളതൊക്കെ അതിന് മേലെ പതിച്ച് തയ്ക്കുമ്പോൾ നമ്മളിവിടുത്തെ തയ്യൽ തുമ്പുണ്ടല്ലോ, ഈ തയ്യൽ തുമ്പിൽ വേണം താഴേക്ക് സ്റ്റിച്ച് പതിയാൻ കേട്ടോ. ആ തയ്യൽ തുമ്പിന് നമ്മളൊരു കാരണവശാലും ഇതിൻ്റെ അപ്പുറത്തേക്ക് വെക്കാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ ഓക്കെ, നമ്മളിവിടെ പതിച്ച് തയ്ച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കാം. ഇവനെയും അതേപോലെ തന്നെ ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കാം. ക്ലോത്ത് ശരിയല്ലാത്തവർ നന്നായിട്ടൊന്ന് എന്ത് ചെയ്യാം, ഇവിടെ തേച്ച് കൊടുക്കാം. ഓക്കെ, ഇവിടെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പെരുവിരൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ
ഒഴിഞ്ഞു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ 4 ഭാഗത്തും തയ്ച്ച് ബോക്സ് ചെയ്യാം. ഇങ്ങനെ ഇവിടെ 4 ഭാഗം, അതായത് 3 ഭാഗം. ഈ താഴ്ഭാഗം നമ്മൾ ഇവിടെ തയ്ക്കൂല കേട്ടോ. ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് വരരുത് കേട്ടോ. അവിടെ സ്റ്റിച്ച് അകത്തേക്ക്, ഈ ഒരു സ്റ്റിച്ച് അകത്തേക്കാണ് പോകുന്നത്, പുറത്തേക്ക് വരാൻ പാടില്ല. ഓക്കെ, അതായത് ഇത് നമ്മൾ പുറം സൈഡാണ്, ഇവിടത്തേക്ക് സ്റ്റിച്ച് വരാൻ പാടില്ല. ഇതിനാണ് ഇവിടെ നിന്ന് അയൺ ചെയ്യാനോ അല്ലെങ്കിൽ ഒഴിയാനോ പറയുന്നത്. ഇവിടെ നമ്മൾ ക്ലോത്ത് ഓക്കെയാണ്, കോട്ടൻ്റെ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിഞ്ഞ് ശരിയാക്കാൻ പറ്റും. ചില ക്ലോത്തുകൾ അങ്ങനെ ഒഴിഞ്ഞ് ശരിയാക്കിയാലും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിന് മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, വലിയ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് അയച്ച് കളയണം. നിങ്ങൾക്ക് അതിന് ബബിൾസ് പോലെ നിൽക്കാൻ ചാൻസ് ഉള്ള ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് അയച്ച് കളയും വേണം. സ്റ്റിച്ച് ഫുള്ള് കഴിഞ്ഞാൽ അത് അയച്ച് കളയും വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് വരുന്നുണ്ട്, അത് അയച്ച് കളയുകയും ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഇതിൽ 4 ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ ഭാഗത്ത് സ്റ്റിച്ച് ഇത് അയച്ച് കളയും. ലാസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് അയച്ച് കളയാം. അതല്ല നോർമൽ നിങ്ങൾക്ക് കോട്ടൻ്റെ ക്ലോത്ത് കൊണ്ടാണ് നിങ്ങൾ തയ്ക്കണമെങ്കിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നേരെ ഈ 3 ഭാഗത്ത് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. ഓക്കെ, നമ്മൾ ബ്ലൗസിൻ്റെ ഫുള്ള് സ്റ്റിച്ച് കഴിഞ്ഞ് ബ്ലൗസ് തേച്ച് മിനുക്കുന്ന സമയത്ത് ഈ സ്റ്റിച്ച് അയച്ച് കഴിഞ്ഞാൽ തേച്ചാൽ മതി. ഈ ഒരു ഭാഗം ലെവലാവും. ഓക്കെ, ഇനി നമുക്ക് ഇതും രണ്ടും മാറ്റി വെക്കാം. ഇതിൻ്റെയൊക്കെ ഒരു അളവുകൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഓരോ ഇഞ്ച് വീതം കൂടുതലെടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അളവുകളൊക്കെ നമുക്ക് നമുക്ക് കറക്റ്റ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം. ഓക്കെ, അത് മാറ്റി വെച്ചു. ഇനി മൂന്നാമത്തത് സ്ലീവാണല്ലേ. ഒരു സ്ലീവാണത്. ഈ സ്ലീവും കൂടി അങ്ങോട്ട് തയ്ച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻസിൻ്റെ പരിപാടികളൊക്കെ കഴിയും. ഓക്കെ, സ്ലീവ് സ്ലീവിൻ്റെ കരഭാഗമാണ്. അതെ, ഈ ഒരു കരഭാഗമാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കാനുണ്ടെങ്കിൽ പട്ടയോ ബോർഡോ ലൈസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കോ നമുക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കാനുണ്ടെങ്കിൽ അത് എക്സ്ട്രാ വർക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സിംഗിളായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ 2 മടക്ക് മടക്കിയിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഹെം ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി വൃത്തിയാണ്. അപ്പോൾ നമുക്കിവിടെ ഹെം ചെയ്യുന്നില്ല. നേരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ 1 ഇഞ്ചല്ലേ ഇവിടെ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളൂ. സ്ലീവിന് 1 ഇഞ്ചാണ് നമ്മളിവിടെ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇത് 2 കേട്ടോ. 2 അതേപോലെ തന്നെ മടക്കി താഴെ നിന്ന് പരമടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മൾ 2 സ്ലീവിൻ്റെയും കര മടക്കി തയ്ച്ചു. സ്ലീവിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ബോട്ടം ഭാഗം നമ്മൾ മടക്കി തയ്ച്ചു. ഇനി നമുക്ക് സൈഡ് കൂടി തയ്ക്കാം. സൈഡ് തയ്ക്കുമ്പോൾ എത്ര ഇഞ്ചാണ് നമ്മൾ എടുക്കുക എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. മാർക്കില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അളവ് എങ്ങനെയാണ് കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്ത് വരാം. അതെ, ഇവിടെ നമ്മൾ കറക്റ്റ് ഈ ഒരു ലെവലിൽ വെച്ചു. ഇവിടുത്തെ ഈ ഒരു നോട്ട്സിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് തയ്യൽ തുമ്പ്. അതേ 1 ഇഞ്ചാണ് ഇവിടെയൊക്കെ നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു തയ്യൽ തുമ്പിൻ്റെ 1 ഇഞ്ച് ഗ്യാപ്പ് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മാർക്കിൻ്റെ ആവശ്യം പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു അളവ് പ്രകാരം നമുക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് വരാം. കാരണം ഇവിടെ തയ്യൽ തുമ്പ് നമ്മൾ എടുത്തത് എത്രയാണോ അത് മാത്രം മൈനസ് ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്നാൽ മതി. 2 ഭാഗത്തും അതേപോലെ തന്നെ ചെയ്യാം. ഇവിടെ നമ്മൾ ഫ്രണ്ടിലെ ആംഹോളിൻ്റെ ഭാഗം, അതായത് സ്ലീവിൻ്റെ ഫ്രണ്ട് ഹോൾ കട്ട് ചെയ്തിട്ടില്ല, അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് ഞാൻ വിശദീകരിക്കണില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് വരാം. ഓക്കെ, നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇവിടെ നമുക്ക് 4.25 5 ഇഞ്ചിലായിരുന്നു നമുക്ക് നമ്മുടെ അടയാളം ഉണ്ടായിരുന്നത്. ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റ് അല്ലേ 4.25 പോയാൽ ബാക്കി 1 ഇഞ്ചാണ് നമ്മുടെ തയ്യൽ തുമ്പ്. ആ തയ്യൽ തുമ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളായിട്ട് അടിച്ച് തരാം.
രണ്ട് സ്ലീവും ഇതേപോലെ തന്നെ തയ്ച്ച് വരാം കേട്ടോ നമുക്ക്. നമ്മൾ രണ്ട് സ്ലീവും ആ ഒരു രീതിയിൽ തയ്ച്ചിട്ടുണ്ട്. 1 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ എത്രയാണോ തയ്യൽത്തുമ്പ് ഇട്ടത് ആ ഒരു തയ്യൽത്തുമ്പ് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 ഇഞ്ചോളം രീതിയിലാണ് ഇവിടെ നമ്മൾ മടക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു 1/4 ഇഞ്ച് ബാക്കിയോടെ ഉണ്ടാവും. നമുക്ക് അറ്റാച്ച് ചെയ്യാം, സ്ലീവ് അറ്റാച്ച് ചെയ്യാനും കൂടി വേണ്ടി വരും. ഓക്കെ, മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടുത്തത് പറഞ്ഞിട്ടില്ല, നമുക്ക് ക്ലാസ്സിലില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. ഓക്കെ, അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെല്ലാം സ്റ്റിച്ച് ചെയ്തു, നമ്മുടെ ക്രോസ് പീസ് ജോയിൻ ചെയ്തു, അതേപോലെ നമ്മുടെ ഈ ഒരു ഭാഗം യോജിപ്പിച്ച് ഇതും മാറ്റി വെച്ചു. ഇനിയുള്ളത് നമ്മുടെ സ്ലീവായിരുന്നു, ആ സ്ലീവും നമ്മൾ യോജിപ്പിച്ചു. ഇത് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഇത് ഫ്രണ്ടിലെ പീസാണ്. ഫ്രണ്ടിലെ പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതേപോലെ ഇത് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. അതായത് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് നമ്മുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് ഈ ഒരു ഗ്യാപ്പ് എത്രയാണ് നമുക്ക് എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഗ്യാപ്പ് എങ്ങനെയാണ് നമുക്ക് 1.5 ഇഞ്ച് എന്നുള്ളതും 1.25 ഇഞ്ച് എന്നുള്ളതും അതെങ്ങനെയാണ് ഓരോ ബോഡിയുടെയും ഓരോ ബ്രസ്റ്റ് സൈസിനനുസരിച്ചിട്ട് ഇത് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനനുസരിച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ നോട്ട്സ് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ഭാഗത്താണ് സ്റ്റിച്ച് വരേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഓരോരോ നോട്ട്സ് ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒന്നൊന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങരുത്. ഞാനത് സ്റ്റിച്ച് ചെയ്തുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ 2 നോട്ട്സ് ഉണ്ടല്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗം മടക്കി കഴിഞ്ഞാൽ ആ 2 പോയിൻറ്റ് നമുക്ക് കിട്ടും. ഇതേ ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ട് തന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സൂചി അവിടെ കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ ഇവിടുത്തെ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് കറക്റ്റാക്കി നമ്മൾ പിടിക്കാം. ഓക്കെ, ഇവിടുത്തെ പോയിൻ്റ് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. നേരെ സ്റ്റിച്ച് കൊടുത്തിട്ട് അവിടെ നിർത്താതെ കുറച്ചുകൂടി കയറ്റി ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, മാത്രമല്ല നമ്മൾ സ്റ്റിച്ചിൻ്റെ വീതി വളരെ ചെറുതാക്കുക, നല്ല ചെറുതാക്കി കൊടുക്കുക. ഓക്കെ, ഈ ഒരു തുമ്പോടെ ഇരുന്നോട്ടെ, നമുക്ക് അയച്ചെടുക്കണ്ട. ഇത്രയും ചെറിയതാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. നോർമലായിട്ട് ചെയ്യുന്ന സ്റ്റിച്ചിൽ നിന്ന് വളരെ ചെറിയ സ്റ്റിച്ച് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഒന്നാമത്തെ ടെക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാമത്തതാണ്. രണ്ടാമത്തേന് നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെച്ചതുണ്ട്, അത് ഇതേപോലെ തന്നെ ചെറിയ സ്റ്റിച്ചിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ 2 എണ്ണം കഴിഞ്ഞു. ഇനി ഇവിടെ മൂന്നാമത്തെ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, നോട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതും ഇതേപോലെ തന്നെ ചെയ്യാം. കണ്ടില്ലേ, ഇത് ഉള്ളിലേക്ക് മറിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ബാക്കി നമുക്ക് ഇവിടെ നിന്ന് ആംഹോളായിട്ട് തന്നെ ആയിരിക്കും കിട്ടുക. ഈ ഒരു ലെവലിൽ നമുക്ക് കപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ക്ലോത്ത് കുഴഞ്ഞെടുക്കുന്ന ക്ലോത്ത് ആയതുകൊണ്ട് നമുക്കിത് കറക്റ്റ് ലെവലിൽ നിൽക്കുന്നില്ല. ഇതിപ്പോൾ റൈറ്റ് സൈഡിലുള്ള പീസാണ്. ഇതേപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളതും ഈ 3 ഡോട്ട് തയ്ച്ചിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ 3 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് വന്നു. അതും ലെഫ്റ്റും റൈറ്റും രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിലെ പീസാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇതേ ഈ ഒരു പാർട്സാണ് യോജിപ്പിക്കേണ്ടതുള്ളത്. ഈ ഒരു പാർട്സും കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രണ്ടിലെ പീസ് ഇതിൽ വെച്ച് കൊടുക്കാനാണ്. പക്ഷേ ഫ്രണ്ടിലെ പീസിന് ഫുള്ളാക്കാനുണ്ടല്ലോ, നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ലല്ലോ, ഡോട്ട്സ് മാത്രമല്ല ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതേ നമ്മളിവിടെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബാൻഡാണ്. ലെഫ്റ്റും റൈറ്റും മാറാതെ ബാൻഡ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ മേലേക്ക് ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തെ അളവ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അല്ലേ, ബേക്കിലെ പീസിൻ്റെ രീതിയിൽ തന്നെ ഇവിടുത്തെ അളവ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ അളവ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, ടോട്ടൽ ലെങ്ത്തും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ എന്ത് ചെയ്യാം, ഇത് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ബാൻഡ് എത്ര ഇഞ്ചാണ് വീതി വേണ്ടത്, ഈ ഭാഗത്തെയും അതായത് സൈഡ് ഭാഗത്തേക്കും എത്രയാണ് വേണ്ടത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു തോതിൽ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും.
നമ്മുടെ കട്ടിങ് വീഡിയോയിൽ എടുത്ത ബോഡി മെഷർമെൻറ്റ് പ്രകാരം നമുക്ക് ബാൻഡിന് കിട്ടിയിട്ടുള്ള അളവ് 4ഉം 3ഉം 3/4 ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. മെഷർമെൻ്റ് ഒക്കെ നോക്കി അതിൻ്റെ കാൽക്കുലേഷൻ നോക്കി ഡിവൈഡ് ചെയ്തെടുത്തപ്പോൾ ഈ ബാൻഡിന് കിട്ടിയിട്ടുള്ള വീതി അങ്ങനെയായിരുന്നു. കാരണം നമ്മൾ ലെങ്ത്ത് കൂടുതൽ എടുത്തിട്ടുള്ള ഈ ബ്ലൗസിന് ലെങ്ത്ത് ഓൾറെഡി കൂടുതൽ എടുത്തിട്ടുള്ള 1 ഇഞ്ച് കൂടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാൻഡിൻ്റെ വീതിയും ഇവിടുത്തെ ഈ വീതിയും എന്ത് ചെയ്തിട്ടുണ്ട്, നീളം കൂടിയിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്ക് അതെങ്ങനെയാണ് നീളം കൂടുന്നതും കുറയുന്നതും എന്നുള്ള കാൽക്കുലേറ്റ് നമുക്ക് നമ്മുടെ കട്ടിങ് വീഡിയോയിൽ നമ്മൾ കിട്ടിയിട്ടുണ്ട്. അത് പ്രകാരം ഇവിടെ നമുക്ക് 4 ഇഞ്ചും ഇവിടെ നമുക്ക് 3 ഇഞ്ചും ഇവിടെ 3/4 കൊടുക്കേണ്ടത് അല്ലേ. ടോട്ടലി ഈ ഒരു ഭാഗത്ത് 8 ഇഞ്ചല്ലേ നമുക്ക് 8/4 ഇഞ്ചല്ലേ നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ അളവ് പ്രകാരം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് അറ്റാച്ച് ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം, നമ്മൾ ഈ ഒരു പീസിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു മാർക്ക് എവിടെയാണ് ഇവിടെ സ്റ്റിച്ച് വരേണ്ടത് എന്നുള്ളൊരു മാർക്ക് നമുക്ക് ഇതിൻ്റെ ഇവിടെ കൊടുക്കണതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് വരേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ അളവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എങ്ങനെ, ഈ ഭാഗം 4, ഇവിടെ 3, ഇവിടെ 3/4. ഈ ഭാഗത്ത് 3/4 എടുക്കണം. നമ്മളവിടെ ഇവിടെ ഒരു ടെക്ക് ഇടുന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അളവിൽ കിട്ടൂല. അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമുക്കിവിടെ സ്റ്റിച്ചിങ് വരുന്നത്. ഓക്കെ, ഈ ഒരു ലെവൽ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് സെറ്റാവും. അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മാർക്കിട്ട് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എന്ത് ഇതാണ് ആദ്യം സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഇനി എനിക്കിത് കറക്റ്റ് ലെവലിൽ സ്റ്റിച്ച് ചെയ്ത് വരാം. ബ്ലൗസിൻ്റെ നല്ല വശമാണ് ഇത്. നമ്മുടെ ഈ വശം താഴേക്ക് വെച്ചിട്ട് മേൽഭാഗം ഇങ്ങനെ വെക്കാം. ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇതിന് നേരെ മേലേക്ക് വെക്കാം. അപ്പോൾ എന്നോട് മാർക്ക് ചെയ്ത ഭാഗം കാണാം, ഭാഗത്ത് കൂടെ തയ്ച്ചാൽ മതി. 2 ക്ലോത്തും ഒരുമിച്ച് പിടിച്ചിട്ട് ആ ഭാഗത്ത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, തയ്ച്ച് വരാം. നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസിനെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് ഈ ഒരു ലെവലിൽ മടക്കി വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഈ പീസിലും നമ്മുടെ ഈ ബാൻഡിനെ യോജിപ്പിക്കാം, ഡബിൾ സ്റ്റിച്ചും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഓവർലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ ബാൻഡ് വെച്ച് പിടിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് വന്നു. ഇത് ഈ വശത്തേക്ക് മറിച്ച് വെച്ചു കൊണ്ടല്ലേ, ഇതുപോലെ മറിച്ച് വെച്ചു. 2 സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓവർലോക്ക് ചെയ്യേണ്ടവർക്ക് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം, അല്ലാത്തവർക്ക് ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓവർലോക്ക് ചെയ്യുന്നുണ്ട്. ഓവർലോക്ക് അല്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാനൊന്ന് സിക്സാഗ് ചെയ്യണം, ഞാൻ മെഷീനാണുള്ളത്. അപ്പോൾ നമുക്കൊന്ന് സിക്സാഗ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓവർലോക്ക് പോലെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെയും ജസ്റ്റ് ഒന്ന് ഓവർലോക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന്
ചെറുതായിട്ടൊരു സിക്സാഗ് ആയിട്ട് ഓവർലോക്ക് എന്ന് പറയാൻ പറ്റില്ല, സിക്സാഗ് ആണ്. അപ്പോൾ അത് ചെയ്തു. അതിന് ശേഷം നമുക്കിവിടെ എന്ത് ചെയ്യാം, നമ്മുടെ ഹുക്കിനും ഹോളിനുള്ള ബാൻഡ് വെച്ച് കൊടുക്കാം. അത് നമ്മുടെ ഹുക്ക് വരുന്ന ഭാഗം, ചിലർക്ക് റൈറ്റ് ഭാഗത്ത്, അതായത് വലത്ത് ഭാഗത്ത് ഹുക്ക് വരുന്നതാണ് ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് ഇടത് ഭാഗത്ത് ലെഫ്റ്റിലേക്ക് മാറുന്നതാണ് ചിലർക്ക് ഇഷ്ടം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹുക്ക് വരുന്ന ഭാഗം എവിടെയാണോ അതിൻ്റെ പട്ട വരുന്നിട്ട് ഉള്ളിലേക്കാണ് പോകേണ്ടത്. ഹോള് വരേണ്ട ഭാഗത്തേക്ക് പുറത്തേക്കുമാണ് മടക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇടത്തെ ഭാഗത്ത് ഹുക്കും വലത്തെ ഭാഗത്ത് ഹോളും വരുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മുടെ ക്ലോത്തിനെ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ 2 കട്ടിങ് പീസ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഹുക്കിനും ഹോളിനും ഒരു 3 ഇഞ്ചിലുള്ളതും ഒരു 2 ഇഞ്ചിലുള്ളതായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൽ നിന്ന് 3 ഇഞ്ച് വീതിയിലുള്ളതിനെ ഇവിടെ വെച്ച് തയ്ക്കുക. ഹോള് വരുന്ന ഭാഗത്തേക്കാണ് 3 ഇഞ്ച് വീതിയിലുള്ളത് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതെ ഇങ്ങനെ നീളത്തിൽ തയ്ച്ച് വരാം. ഇത് നമ്മൾ ആ ഒരു പട്ടവിടെ പതിച്ച് തയ്ച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കുറച്ച് താഴേക്ക് ഇറക്കിയിട്ടാണ്. അതേപോലെ തന്നെ സ്ലീവിൻ്റെ നെക്കിൻ്റെ ഭാഗം ഇത് കണ്ടില്ലേ, ഇവിടെ മേലേക്ക് അങ്ങനെയാണ് തയ്ച്ച് വന്നിരിക്കും കേട്ടോ. ഇനി ഈ ഒരു തയ്ച്ച പീസിനെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മടക്കി തയ്ക്കണം. ഇങ്ങനെ ഒരു മടക്കി തയ്ച്ചെടുക്കുക. ആദ്യം നമുക്ക് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. ഇവിടെ ഒരു നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇത് കട്ടി കുറഞ്ഞ ക്ലോത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനേക്കാൾ കുറച്ചുകൂടി വീതിയുള്ള ക്ലോത്ത് എടുത്തിട്ട് ഇത് ഇങ്ങനെ വേണം കുറച്ചുകൂടി മടക്കിയിട്ട് തയ്ക്കുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ. ഇതൊന്ന് ഏറ്റവും താഴെ നിന്ന് പിടിക്കാം. നമ്മുടെ നെക്കിന് തുടങ്ങുന്നത് നോക്കാം. ഇത് 8.5 ഇഞ്ച് താഴെ കുറക്കാം. ഉള്ളത് 7 അതിൽ നിന്ന് 5 ഇഞ്ച് താക്കിയിട്ട് എടുക്കാം. ഓക്കെ, അതിന് ശേഷം എൻ്റെ എവിടെയാണിത് നോക്കാം. 4 ഇഞ്ചിലൊന്ന് കൊടുക്കാം. ഓക്കെ, അതിൻ്റെയും പകുതി ഇവിടെ. അപ്പോൾ 3. ഇനി ഇതിൻ്റെ ഭാഗത്ത് നോക്കിയിട്ട് ഓരോന്ന് കൊടുത്താൽ മതി. ഇതിൻ്റെയും സെൻറ്റർ നോക്കിയിട്ട് അവിടെ ഒന്ന് കൊടുക്കാം. ഓക്കെ, മൊത്തം 5 എണ്ണം ആയി. 1 2 3 4 5. അപ്പം മൊത്തം 5 ഹോള് കൊടുക്കാനുള്ള മാർക്ക് നമ്മളിട്ട് ഇനി ഹോള് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം വേണ്ട കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് ആദ്യം തന്നെ നമുക്ക് അങ്ങനെ മടക്കിയിട്ട് കറക്റ്റ് ചെയ്ത് വെക്കാം. ശേഷം ഈ മേലെ സ്റ്റിച്ച് ചെയ്ത് താഴണം. സൂചി കുത്തി നിർത്തി വെച്ചിട്ട് നമ്മുടെ ഫൂട്ട് പൊക്കുക. എന്നിട്ട് നമ്മുടെ ബ്ലൗസിനെ തിരിച്ച് വെക്കാം. എന്നിട്ട് നമ്മുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് കുറച്ച് മുന്നോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തു വരാം. ഒന്നുകിൽ പകുതി വരെ അല്ലെങ്കിൽ ഫുള്ളായിട്ടാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഈ ഒരു ഫൂട്ടിൻ്റെ ഒരു ഉണ്ടല്ലോ പകുതി, ആ പകുതി പല്ലകലത്തിൻ്റെ രീതിയിൽ ഫൂട്ടിനെ വെച്ചിട്ട് നേരെ മുന്നോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഫൂട്ട് ബാക്കിയുള്ള ഈ 4 കണ്ടിന്യൂ ചെയ്യാം. ഇത് ലാസ്റ്റ് ഭാഗമാണ്. ഈ ലാസ്റ്റ് ഭാഗത്തുമ്പോൾ പീസ് ഉണ്ടല്ലോ, ഈ പീസിനെ നേരെ മേലെ വെക്കുക. നമ്മൾ ഈ മെത്ത് അങ്ങനെ ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്നത് ഓക്കെ, ഇവിടെ കുത്തിയിട്ട് നമുക്ക് തന്നെ ചെയ്യാം.
ഇവിടെ ലാസ്റ്റ് ഭാഗം കൊണ്ട് നമുക്ക് ജസ്റ്റ് ലോ വയ്ക്കേണ്ടതാണ്. ആയിട്ട് കേട്ടോ. ഇതിൽ ഫുള്ള് ചിങ്ങും കഴിഞ്ഞതിന് ശേഷം ചെയ്യാം. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിയൊന്നും ഓക്കെ. അപ്പോൾ നമ്മുടെ തേർഡ് ഇനി ഹുക്ക് വെക്കുന്ന ഭാഗം, ഇത് ഹോളാണ്, ഓരോ ഭാഗത്ത് ഹോൾസാണ്. ഇനി ഹുക്ക് വെക്കുന്ന ഭാഗം ഇങ്ങനെ. ഓക്കെ, നമ്മൾ ഹോൾ വെച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ ഹുക്ക് വെക്കേണ്ട ഭാഗത്ത് ഇവിടെ രീതിയിലുണ്ടല്ലോ, നമുക്ക് ഈ പറഞ്ഞതുപോലെ ഹോൾ വെക്കാൻ നേരത്തെ ബേക്കിൽ നിന്ന് തയ്ച്ചിട്ടും ഫ്രണ്ടിലേക്കാണ് വെച്ചത്. പട്ട വെക്കുമ്പോൾ അങ്ങനെയല്ല, ഫ്രണ്ട് അത് നല്ല വശത്തു നിന്ന് തയ്ച്ചിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഇങ്ങനെ നീളത്തിൽ തയ്ച്ച് തരാം. ഓക്കെ, നമ്മൾ ഈ ഒരു സൈഡും തയ്ച്ചു കേട്ടോ. ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്. ഇതിന് അതുപോലെ തന്നെ ഒരു സ്റ്റിച്ച് കൂടി, ഇതിലേക്ക് ഒരു സ്റ്റിച്ച് കൂടി ഇതിൻ്റെ മേൽഭാഗത്തോട് പതിച്ച് തയ്ച്ചു കൊടുക്കണം തന്നെ. ഓക്കെ, ഇതും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഈ ഒരു ലൈൻ നമ്മളത് പതിപ്പിച്ച് തയ്ച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു ലെവലിൽ പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് വെക്കണം. ഇങ്ങനെ വെച്ച ശേഷം അതിനെ വീണ്ടും ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് തയ്ച്ച് വരിക വേണ്ടത്. തയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ പീസിനെ ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ച്ചെടുക്കണം. ഓക്കെ, ഈ ഒരു പട്ടയ്ക്ക് വീതി കുറക്കണമെങ്കിൽ കുറയ്ക്കും കൂട്ടും ചെയ്യാം കേട്ടോ. ലാസ്റ്റ് എൻഡിൽ നമ്മുടെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഈ ഒരു പീസിന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മറ്റേ പീസിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് സൈഡിലുള്ള രണ്ട് പീസും ലെഫ്റ്റും റൈറ്റും രണ്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് അളവ് വരുന്നത് ഈ പീസിനായിരിക്കും വരിക. കാരണം ഇവിടെ നമ്മുടെ എക്സ്ട്രാ പുറത്തേക്ക് മടക്കിയെടുത്ത പീസാണത്. ഇതിൻ്റെ മേൽഭാഗത്തേക്ക് ഇങ്ങനെയാണ് ഇവിടെ പീസ് വന്ന് നിൽക്കുന്ന ലെവൽ, ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഓക്കെ ആണെന്നുള്ളത് നോക്കാം. കറക്റ്റായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രണ്ടിലെ പീസിനെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബേക്കിലെ പീസിന് നെക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ, അതായത് ബേക്കിലേക്ക് നെക്ക് ഇറക്കി എട്ടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫ്രണ്ടിൽ നെക്ക് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ബേക്കിലേക്ക് നെക്കിന് സ്റ്റിച്ച് ചെയ്യാനില്ല, ഇവരുടെ ഷോൾഡറിൻ്റെ കൂടെ തയ്ച്ച് പോകാനുള്ളതാണ്. നമുക്ക് ഫ്രണ്ടിലെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ള പീസ് വരുന്നത്. അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ക്രോസ് പീസ് ചെറിയ പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് വീണ്ടും ആ നേരത്ത് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതിന് മുൻകൂട്ടി തന്നെ ജോയിൻ പീസുകൾ ജോയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഓൾറെഡി ഇത് വലിയ പീസിൻ്റെ ക്രോസ് പീസ് വലിയ പീസ് ആയതുകൊണ്ട് എനിക്ക് ജോയിൻ്റെ ആവശ്യം വരില്ല. പക്ഷേ നിങ്ങൾ എടുക്കുന്നത് ചെറിയ പീസാണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ആദ്യം തന്നെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് വേണം ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യാൻ ഒരുങ്ങാനും. ഓക്കെ, ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് ഈ ഒരു ചുറ്റിലും വരാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ബേക്കിലേക്കും കൂടി നെക്ക് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷോൾഡർ അടക്കം ജോയിൻ ചെയ്തതിന് ശേഷം വേണം ക്രോസ് പീസ് വെക്കാൻ കേട്ടോ. അതായത് ഒരു ഭാഗത്തു നിന്ന് ക്രോസ് പീസ് ഇങ്ങനെ വെച്ച് തുടങ്ങിയിട്ട് ഷോൾഡർ തുടങ്ങി ബേക്കിലെ നെക്കും സ്റ്റിച്ച് ചെയ്ത് ഈ ഫ്രണ്ടിലെ പീസിലേക്കാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ബേക്കിലേക്ക് നെക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വരാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ പീസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ നമ്മുടെ ഈ റൗണ്ട് ഭാഗത്ത് ചെറിയൊരു നോട്ട്സ് ഇട്ട് കൊടുക്കും. മേൽഭാഗത്തേക്ക് അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. റൗണ്ട് ഷേപ്പിൻ്റെ ഭാഗത്ത് ഉറപ്പായിട്ടും നോട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി വന്നിട്ട് നമ്മുടെ ഈ ഒരു പീസിന് നമുക്ക് ഇവിടുന്ന് ഇത്
നമുക്കറിയാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഭാഗം ഹെം ചെയ്താലാണ് വൃത്തി കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു മടക്കിയ ശേഷം കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതേ ഒന്നുകൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇവിടെ ഇതിൻ്റെ മേലെ കൂടെ തയ്ച്ച് വരാം. ഓക്കെ ഓക്കെ ഈ ഒരു പീസിനെ ഇങ്ങനെ വെച്ചിട്ട് കവർ ചെയ്ത് തയ്ക്കുക. ഉണ്ടല്ലേ, ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ മേലെ കൂടെ തയ്ച്ച് വരാം. എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഹെം ചെയ്താൽ മതി. ഇവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട, നെക്കിന് സ്റ്റിച്ച് ചെയ്യേണ്ട. പ്രത്യേകിച്ച് പ്ലെയിൻ ക്ലോത്തൊക്കെ ആകുമ്പോൾ അത് സ്റ്റിച്ചിങ് ഒരു വൃത്തിയാണ്, സ്റ്റിച്ച് ചെയ്താൽ വൃത്തികേടാണ് ബ്ലൗസിന്. ഓക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ ഈ തയ്യൽ തുമ്പ് ഇതിനകത്തേക്ക് കവർ ചെയ്ത് പോകണം. ഇവിടെ തയ്ക്കുമ്പോൾ ഈ ഒരു പീസ് നമുക്ക് ജസ്റ്റ് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കും, വല്ലാണ്ട് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഓക്കെ അതിനുശേഷം ഈ പുറത്തേക്ക് നിൽക്കുന്ന തുമ്പിനെ അകത്തേക്ക് വെച്ച് മടക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. ഓക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാം. ഈ എടുത്തിട്ടുള്ളത് വീതി നമ്മൾ എടുത്തതിലും കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ അതിനുശേഷം നമ്മളിപ്പോൾ ഇതേ ഈ മടക്കുണ്ടല്ലോ, ഇതേ ഈ തുമ്പുണ്ടല്ലോ, ഇത് ഉൾവശമാണ്, നമ്മുടെ ബ്ലൗസിൻ്റെ ഉൾവശമാണ്. ഈ ഉൾവശത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഹെം ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ അതായത് കൈകൊണ്ട് തുന്നി വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ നമുക്കിപ്പോൾ താൽക്കാലികം ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വലിയ ഇതുള്ള സ്റ്റിച്ച് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ച് വരുന്നുണ്ട്. ഹെം ചെയ്തതിന് ശേഷം ആ തയ്യൽ അയച്ചെടുത്താൽ മതി. ഈ ഒരു ട്രിക്ക് മറ്റുള്ള എല്ലാ ക്ലോത്തിലും, അതായത് സോഫ്റ്റ് ക്ലോത്തിലൊന്നും പറ്റില്ല, കാരണം തയ്യൽ അയക്കുമ്പോൾ അതൊരു വൃത്തികേടാണ്. ഇതേപോലെ ഇവിടെ നമുക്ക് ഈ തയ്യൽ നമുക്ക് അയച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ തേക്കുന്ന സമയത്ത് തയ്ച്ചെടുത്താൽ മതി. എല്ലാ ക്ലോത്തിലും അത് ചെയ്യരുത് കേട്ടോ. നമുക്ക് കട്ടിയുള്ള ക്ലോത്താണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം. നമ്മൾ തുന്നൽ അയച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വൃത്തികേടായിട്ട് കാണൂല എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം. ഓക്കെ അപ്പോൾ നമ്മളിവിടെ രണ്ട് നെക്കിൻ്റെ സ്റ്റിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എന്ത് നമ്മുടെ ബാക്കിലെ പീസ് എടുക്കാം. ഇവിടെ നമ്മുടെ ഫ്രണ്ടിലെ പീസിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിൽ ആദ്യം പറയുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്, അതായത് ആം ഹോളിൻ്റെ കട്ടിങ് നമ്മൾ ചെയ്തിട്ടില്ല, ഫ്രണ്ടിൽ ആം ഹോളിൻ്റെ ചോദിച്ചിട്ടുള്ള കട്ടിങ് നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞു, ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലുള്ളത് ബാക്കിലെ പീസാണ്. അപ്പോൾ ഈ ബാക്കിലെ പീസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കറിയില്ല, ടോട്ടലി നമ്മൾ 2.5 ഇഞ്ചാണ് ലെങ്ത്ത് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 4 ഇഞ്ച് ഇവിടെ ഷോൾഡറിനായിട്ട് നമുക്ക് പോകും എന്നുള്ളതറിയാം. ബാക്കി 2 ഇഞ്ചാണ് ഇവിടെ കൂടുതലായിട്ട് കിട്ടുക അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ആ 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് ബാക്കിലേക്ക് കൂടുതലായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 1 ഇഞ്ച് ലെങ്ത്ത് കൂടുതലായിട്ട് എടുക്കണം. എന്നിട്ട് താഴെ മടക്കി തയ്ക്കാനുള്ള കുറച്ച് വീതിയായിട്ടാണ് ഇവിടെ മടക്കി ഇവിടെയും ഹെം ചെയ്യേണ്ടതാണ് കേട്ടോ. തയ്ക്കേണ്ടതല്ല, നമ്മൾ കൈകൊണ്ട് തന്നെ തുന്നേണ്ടതാണ് മൊത്തം ഈ ഒരു ലൈന്. അപ്പോൾ ഇത് പീസ് നമുക്ക് കിട്ടിയില്ല, വീതിയുള്ള ക്ലോത്തിന് നീളമില്ല അല്ലെങ്കിൽ വീതി ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ 2 ഇഞ്ച് പീസ് എന്നുള്ളത് മറ്റൊരു പീസിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഉള്ളിലേക്ക് മടക്കി തയ്ച്ച് കൊടുക്കേണ്ടതാണ്. എന്തായാലും നമുക്കിവിടെ ഈ ഒരു പീസ് തയ്ച്ചിട്ട് വരാം. എങ്ങനെ ഈ ഒരു ആദ്യം മൊത്തത്തിൽ നമുക്ക് 2 ഇഞ്ചാണ് മടങ്ങി പോവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ഇഞ്ച് വീതിയിൽ ആദ്യം ഇങ്ങനെ തയ്ച്ചിട്ട് ഇവിടെ നീളത്തിൽ തയ്ച്ച് വരാം. അതിനുശേഷം അത് വീണ്ടും 1 ഇഞ്ച് മേലേക്ക് തയ്ക്കുക എന്നുള്ളതാണ്. തയ്ക്കലല്ല, ഹെം ചെയ്യലാട്ടോ, നീളത്തിൽ ഹെം ചെയ്യലാണ്. അതെ 1 ഇഞ്ച് വീതിയിൽ മടക്കിയതിന് ശേഷം അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ.
അതും കുറച്ച് ഗ്യാപ്പ് വെച്ചാട്ടോ കൊടുത്തത്. നമുക്കിവിടെ സ്റ്റിച്ചിങ് ടൈമിംഗ് ആണ് വേണ്ടത്. ഓക്കെ, പിന്നെ ഒരു മടക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് മടക്കിയ ശേഷം ഇതിൻ്റെ മേൽക്കൂടെ സ്റ്റിച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 1 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ, നമുക്ക് ഹെം ചെയ്യണം. ഹെം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇത് അയച്ച് കളയാണ് വേണ്ടിയിട്ട്. അപ്പോൾ മൊത്തം 15 ഇഞ്ചാണല്ലോ നമുക്ക് ലെങ്ത്ത് വേണ്ടിയിരുന്നത്. 15 ഇഞ്ചാണ് ഇത്. നമുക്ക് കറക്റ്റ് 15 ഇഞ്ചിൽ തന്നെ നീളം കിട്ടിയിട്ടുണ്ട്. ഇവിടെ 1 ഇഞ്ച് കൂടി മടങ്ങിപ്പോയാൽ കറക്റ്റാവും. ഇവിടത്തേക്ക് നമുക്കൊരു ഡാട്ട് വേണമായിരുന്നു അല്ലേ. 3.5 ഇഞ്ച് ഒരു മാർക്ക് കിട്ടും, 5 എക്സ്ട്രാ. ഓക്കെ, താഴെ ഒരു 9.5 ഇഞ്ച് കിട്ടി. ഇത് ഈ ഒരു ലെവലിലാണ് എന്ത് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഈ സെൻറ്റർ ഭാഗം ഇവിടെ നിന്ന് 1/2 ഇഞ്ച് വരും. 1 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ മാറിയിട്ടുള്ള ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഫ്രണ്ടിലെ സൈഡിൽ ഡാർട്സ് ഇട്ട പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ചെറിയ സ്റ്റിച്ച് ആക്കിയിട്ട് ഇടുക. അങ്ങനെ 2, 3 സ്റ്റിച്ച് ആക്കിയിട്ടൊന്നും ചെയ്യരുത്. ചെയ്യുമ്പോൾ തന്നെ ചെറിയ സ്റ്റിച്ച് ആക്കിയിട്ട് ഒറ്റ സ്റ്റിച്ച് ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ ഇവിടെയും ചെയ്യാം. ഓക്കെ, ഈ 2 ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇതിൽ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബാക്ക് പാർട്ട് ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ 2 ഫ്രണ്ടിലെ പീസുകളും വെച്ച് കൊടുക്കാം. ഇതേ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ അതേപോലെ അപ്പുറത്തിലും വെച്ച് കൊടുക്കുന്നത്തെ പീസ് ലെഫ്റ്റ് റൈറ്റും മറിച്ച് വെച്ചിട്ട് ഇതേ കണ്ടില്ലേ, അകവും പുറവും നോക്കാം. അതേപോലെ തന്നെയാണ് വെക്കേണ്ടത് അല്ലേ. അകവും പുറവും നോക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് തന്നെയാണ് വെക്കേണ്ടത്. ഇവിടെ നമ്മൾ മെഷർമെൻറ്റൊക്കെ ഓക്കെ ആക്കി കട്ട് ചെയ്തതിൻ്റെ പേരിൽ തന്നെ പിന്നീട് നമുക്കൊന്നും നോക്കാനില്ല. ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് ഇവിടെയും ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ നെക്ക് ഇവിടുത്തെ 6 ഇഞ്ചാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 6 ഇഞ്ച് കിട്ടുമോ എന്നുള്ളതൊന്ന് ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം കേട്ടോ. കറക്റ്റാണ്, നമുക്ക് 6 ഇഞ്ച് തന്നെ കിട്ടും. നിങ്ങളുടെ നെക്കിൻ്റെ ഇവിടുത്തെ എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് ഇതേപോലെ കറക്റ്റ് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് സെറ്റ് വരാം. ഓക്കെ, ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത് കണ്ടില്ലേ, ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. നമ്മളൊരു 4 ഇഞ്ച്, നമ്മളിവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ തുമ്പായിട്ട് 4 ഇഞ്ചല്ല നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് 1/2 ഇഞ്ചേനും സ്റ്റിച്ചിങ്ങിൻ്റെ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ചെയ്തപ്പോൾ 4 ഇവിടെ വന്നത്. പക്ഷേ മേലെ ഒരു വെക്കുന്നുണ്ട്. ഇങ്ങനെ വേണ്ടി ചെറിയ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ ഇഷ്ടൊന്നും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് 5 രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു പാൻറ്റിനെ ആ പാൻറ്റിനെ സ്റ്റിച്ച് 2 ആക്കി മടക്കാം. നമ്മുടെ പാൻറ്റിനെ 2 ആക്കി മടക്കാം. പാൻറ്റിൻ്റെ വീതി നിങ്ങൾക്ക് നീക്കാട്ടോ. നിങ്ങൾ 1 ഇഞ്ചിലാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എടുക്കണം. 1/2 ഇഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറക്കണമെങ്കിൽ കുറക്കുക. നമ്മുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. ഈ ബാക്ക് സൈഡ് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഈ സൈഡിൽ. ഓക്കെ, അതിന് ഈ സൈഡിൽ വന്ന് വന്ന് നോക്കാം. ഓക്കെ, സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണം. നമ്മൾ വ്യക്തികൾക്കനുസരിച്ച് 1 ഇഞ്ച് വീതിയിലാണ് ഇപ്പോൾ ഞാനൊരു പട്ട എന്നത്. ഓക്കെ, അതിങ്ങനെ വെക്കും. എന്നിട്ട് നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് തരാം. അതിലേക്ക് തന്നെ നീളത്തിൽ സ്റ്റിച്ച് തരാം. ഓക്കെ, നമ്മളിപ്പോൾ ആ ഒരു പാൻറ്റ് എടുത്തോടെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇതേ ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് തുമ്പ് നമുക്ക് കട്ട് കൊടുക്കും. ഓക്കെ, ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ശരിക്കും ശ്രദ്ധിക്കുക. വീട്ടിൽ വേറെ ഒന്നും നമ്മൾ ഒന്നുമില്ല. അതിന് നല്ല വശത്ത് 2 പേരും വെച്ച് നമ്മുടെ ഫ്രണ്ടിലെ പീസ് ആദ്യം വെച്ച് ഫോൾഡ് ചെയ്തു വീല ബട്ടനെ പ്ലഗ് ചെയ്തു, മടിയിട്ട് എന്തെങ്കിലും ചെയ്തു. ഇപ്പുറത്ത് ഇങ്ങനെ മക്കിയിട്ട് ഒന്ന് മേൽക്കൂ സ്റ്റിച്ച് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ മേൽക്കൂ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ തയ്യൽ തല്ലോ അപ്പോൾ അവിടെ ഇരിക്കണം. അതിൻ്റെ മേലേക്ക് ഇത് വെച്ച് സ്റ്റിച്ച് വേണ്ട കേട്ടോ, പതിച്ച് തയ്ക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ചും പാടെ ചെയ്തിട്ട് വരാം. നമ്മൾ അതിൻ്റെ മേലേക്ക് മറിച്ച് പതിച്ച് തയ്ച്ച് കണ്ടില്ലേ, മറിച്ച് പതിച്ചതേ. ശ്രദ്ധിക്കാൻ എത്തുമ്പോൾ ഈ ഭാഗത്ത് തന്നെ
ഇതിലേക്ക് മടങ്ങി പോകരുത്. ഇങ്ങനെ മടങ്ങി വെച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയോ, ഇതേ ഫ്രണ്ടിൽ ഇതിനെ ഉള്ളിൽ പുറത്തേക്ക് നിൽക്കാം. രണ്ടും പുറത്തേക്ക് വന്നില്ല. ഇനി നമ്മുടെ ഡിസൈൻ എന്തെങ്കിലും നിലയിൽ തയ്ക്കണമെങ്കിൽ തയ്ച്ചു വരും. ഞാൻ എന്തായാലും ഇതിലേക്ക് തയ്ക്കുക. ശരിക്കും നമുക്ക് ഈ ഡിസൈൻ ഇങ്ങോട്ടേക്ക് മറിയാണ് നമ്മൾ അല്ലേ, ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് ഈ ലാസ്റ്റ് ഭാഗത്തൂടെ തയ്ച്ച് വരിക. ഇങ്ങനെ തൈ വരിക. നിങ്ങൾക്കൊരു സൈസുകാരാണെങ്കിൽ നിങ്ങളുടെ ആ സൈസ് ആ സൈസിൻ്റെ ലേബിൾ നിങ്ങൾക്ക് ഇതിൻ്റെ വെച്ച് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ സെല്ലിൽ എമ്മോ ലാർജോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് പ്രകാരം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നോർമലായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി നിങ്ങളുടെ ഷോപ്പിൽ നെയിമുകളൊക്കെ നിങ്ങൾ നെയിമിൻ്റെ ലേബിൾ വെച്ച് കൊടുത്തിട്ട് നീളത്തിൽ സ്റ്റിച്ച് ചെയ്യും. ഓക്കെ, ഇതിനെ മടക്കി മറിച്ച് സ്റ്റിച്ചിങ്ങൾ കറക്റ്റ് ഇവിടെ കറക്റ്റായിട്ട് നിൽക്കും. അപ്പം ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ നിന്ന് അതിന് മേലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ വരുന്നു. ഓക്കെ, നമ്മൾ ആ ഒരു ഭാഗം അതേപോലെ തന്നെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കളയും. നമുക്ക് കുറച്ച് തുമ്പ് കൂടുതലായിട്ട് വന്നൊരു ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമ്മുടെ ഫ്രണ്ട് പീസ് രണ്ടാൾക്ക് വെച്ചാൽ കണ്ടില്ലേ, പുറം സൈഡ് ഈ ഒരു ലെവലിലായിരിക്കും നിൽക്കുക, ബേക്കിലേക്ക് നെക്കില്ലാതെ. കൂടുതലും അബായൊക്കെ കാണാനൊരു തയ്ച്ച് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സൈഡും യോജിപ്പിക്കാം. രണ്ട് സൈഡും യോജിപ്പിക്കണം. അതിന് നമ്മൾ ഇവിടുന്ന് വേണം മേലേക്ക് തയ്ക്കാൻ. ഇപ്പം നമ്മൾ അളവെടുത്ത് ആ ഒരു ഫോർമുല വരും. അത് നമുക്ക് ഇവിടുന്ന് കിട്ടിയ അളവ് എത്രയാണോ അതിവിടെ മാർക്ക് ചെയ്യാം. ബേക്കിൽ മാർക്ക് കിട്ടേണ്ടത് എത്രയാണോ അത് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രകാരം നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് കാലം ബേക്കിലേക്ക് 7 കിട്ടേണ്ടതല്ലേ. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൽ മാർക്ക് കേട്ടോ. ഓക്കെ, 6 നമുക്ക് വേണ്ടത്. ഇവിടെ 6.25 ജസ്റ്റ് വർക്ക് ചെയ്യാം കേട്ടോ. രണ്ട് സൈഡിൽ മാർക്ക് ചെയ്ത് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ മാറുമ്പോൾ നമ്മുടെ ഈ ഒരു ബുക്ക് വെക്കുന്ന ഹോള് കഴിഞ്ഞിട്ടായിരിക്കണം പിടിക്കട്ടോ. മറിക്കല്ല, ഇവിടെ ഫസ്റ്റ് ഉള്ളത് ഇവിടെ എവിടെയാണ് 6.25 നമ്മൾ മാർത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേത് കഴിഞ്ഞ് ബാക്കിൽ സെൻറ്റർ ഭാഗം ആദ്യം കാണാം. സെൻറ്റർ ഭാഗം കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 7.25 നമുക്ക് കിട്ടിയത്. നമ്മുടെ ഫോർമുല പ്രകാരം നമുക്കിവിടെ 7.25 കിട്ടിയത്. ആ 7.25 മാർക്ക് കൊടുക്കാം. അതെ, 7.25 ടേപ്പ് വെച്ചിട്ട് 7.25 മാർക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അതേപോലെ തന്നെ 7.25 മാർക്ക് കൊടുക്കാം. മാർത്തു. ഇനി നെക്സ്റ്റിൻ്റെ ഭാഗം പോലെ മാർക്കണം. സൈഡിൽ ചേർത്തത് ഓക്കെ. അപ്പോൾ നമ്മുടെ സൈഡിൽ താഴേക്ക് നമ്മൾ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെസ്റ്റിൻ്റെ വണ്ണത്തിൽ മാർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കിലേക്ക് 9.25 ഫ്രണ്ടിലേക്ക് 8.25 ആയിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ രണ്ട് സൈഡിൽ മാർക്ക് കൊടുക്കാം. ആദ്യം തന്നെ നമ്മുടെ ഫുൾ വീതി എത്ര ഉണ്ടെന്നുള്ളത് നോക്കാം. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം വരുന്നത്. ആ സെൻറ്റർ ഭാഗത്തിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും
9.25 മാർക്ക് കൊടുക്കാം. കണ്ടോ, ജസ്റ്റ് ഒന്ന് മാർക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും മാർക്ക് കൊടുക്കാം. 9.25. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ബാക്ക് സൈഡിലേക്ക് ഈ സെൻറ്റർ ഭാഗം കണ്ടിട്ട് സെൻട്രൽ നിന്ന് 9.25 അങ്ങോട്ടും സെൻട്രൽ നിന്ന് 9.25 ഇങ്ങോട്ടും ആയിട്ട് മാർക്ക്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫ്രണ്ട് സൈഡിലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് 9 കൊടുക്കാം. അതേ ഇവിടെ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ ഹുക്കിൻ്റെ ഭാഗം വിട്ടുകൊണ്ടാണ് ഇവിടുന്ന് മാർക്ക് കൊടുത്തത്. നമ്മൾ താഴെ മൂടരുത്. ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. താഴെ ടേപ്പ് വെച്ചിട്ട് 8 മുറുക്കണം. 8 മുറുക്കണം. നമ്മൾ ആദ്യം അളക്കുമ്പോൾ 1 ഇഞ്ച് കുറച്ചിട്ടല്ല, സോറി 9 നമ്മൾ ഇട്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വന്നിക്കണം നോക്കാം 9.25 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ളത്. അപ്പോൾ 8.25 ഇവിടെ മാർക്ക് പോയാൽ, അവിടെ 8.25 മാർക്ക് പോയാൽ കറക്റ്റ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. 1 ഇഞ്ച് അകലത്തിൽ ഫ്രണ്ടിലെ പീസിനെ കണ്ടാലോ. ഓക്കെ, ഈ താഴെ ഭാഗത്ത് നമുക്ക് അതേപോലെ തന്നെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും. കാരണം ഊരാണ് നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. 6 മാർക്ക് കിട്ടി. കറക്റ്റ് 1 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തയ്യുമ്പോൾ അതുപോലെ നമ്മൾ മാർക്ക് ചെയ്തായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ കട്ടിങ്ങും ഇവിടുത്തെ ഈ അളവായതുകൊണ്ടാണ് സമയത്ത് നമുക്കത് ഇവിടെ ആയിട്ട് കിട്ടിയത്. ഓക്കെ, ഹോളിൻ്റെ ഭാഗമെല്ലാം ഒക്കെ നമുക്ക് പിടിക്കണം. ഒന്ന് പിടിച്ചിട്ട് മാർക്ക് പോലെ നമ്മൾ ചെഞ്ചെത്തുമ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ അതേപോലെ നമുക്ക് ഇവിടെ നിന്ന് 6.25 എടുത്തു 7 വരെ കിട്ടി. കണ്ടില്ലേ, 1 ഇഞ്ച് തയ്യൽ കിട്ടി. ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏതെല്ലാം ഭാഗത്ത് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ 1 ഇഞ്ച് തയ്ച്ചു പോകണം. നിങ്ങൾ ഈ ഭാഗങ്ങളിൽ 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ 4 ഇഞ്ച് തന്നെ തയ്ച്ചു പോകണം. തയ്യൽ തുമ്പ് പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ തയ്യൽ തുമ്പ് ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, യോജിപ്പിച്ചിട്ട് വരാം. ഓക്കെ, ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇതും കൂടി രണ്ടും കൂടി പിടിച്ചിട്ട് നീളത്തിൽ ചൂട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇവിടെയും നമ്മുടെ സ്റ്റിച്ചിങ് മാർമിൽ പിടിക്കും. കറക്റ്റ് നീളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്ത് തരാം. ഇവിടെ നമ്മൾ ബാക്കിൽ മാറുന്നത് 2 സൈഡ് കൊടുക്കുക. താഴെയാണ് എന്തെങ്കിലും ചെയ്ത് വരേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ഈ 2 മാർക്കും കൂടി പിടിക്കാം. നീളത്തിൽ സ്റ്റിച്ച് വരാം. നമ്മുടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് കൂടുതലായിട്ടാണ് നമുക്ക് ക്ലോത്ത് കിട്ടിയിട്ടുള്ളത്. അതറിയാലോ, നമ്മുടെ ഇവിടെ കുറഞ്ഞതുപോലെ ബേക്കിൽ കുറഞ്ഞിട്ടില്ല. നമ്മുടെ കുറച്ച് കൂടുതലായിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ കുറച്ച് കൂടുതലായിട്ടാണ് എടുത്തത്. മറിച്ച് ബേക്കിലും സംബന്ധിച്ച് വേറെ 1 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. ആ ഒരു ക്ലോത്താണ്. നമ്മുടെ കട്ടിങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മെഷർമെൻറ്റ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബേക്കിലെ പീസ് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഈ ഒരു ഭാഗം ഓവർലോക്ക് ചെയ്യേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ ഇനി ഇപ്പുറത്തെ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ 2 ഭാഗവും കൂടി ആദ്യം ഒന്ന് യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും മാർക്ക് ചെയ്ത ഭാഗം രണ്ടും ഒരേപോലെ പിടിക്കാം. നീളത്തിൽ തയ്ച്ച് വരാം. ആ ഒരു ഭാഗത്തേക്ക് നീളത്തിൽ തയ്ച്ച് വരാം. ഇവിടെ അതേപോലെ തന്നെ ബേക്കിൽ പീസ് കട്ട് ചെയ്ത് കളയാൻ കുറച്ചുണ്ടാവും. ഇവിടെ നമുക്ക് ഓവർലോക്ക് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ട ഭാഗം എത്തിയിട്ടുണ്ട്. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്രണ്ടിലേക്ക് ഒന്ന് ചുഴിച്ച് വെട്ടേണ്ടതുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ അതില്ലാത്തത് കൊണ്ട്, അതായത് ആ ഒരു ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു ഭാഗത്ത് ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്.
നമ്മുടെ സ്ലീവിനെ വെച്ച് കൊടുക്കാനിത് ഇത് രണ്ടും കറക്റ്റ് ആണെന്നുള്ളത് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം, അതായത് ഫ്രണ്ടിലെ ആംഹോളിൻ്റെ ചുഴിയുടെ കട്ടിങ് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ക്ലാസ്സിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഭാഗം ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. ഇത് നമ്മുടെ ബാക്കിലെ സൈഡിലുള്ള സ്റ്റിച്ചിങ് ആണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ സൈഡിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിലെ പീസിൽ സ്റ്റിച്ചിങ് കൂടുതലായിരിക്കും. കൂടുതലാണ് ഫ്രണ്ടിൽ നമ്മൾ മന്ത് കൊണ്ട് സ്റ്റിച്ച് വന്നുകൊണ്ട് കുറവ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കുറച്ച് സ്റ്റിച്ച് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. അത് എത്ര ഇഞ്ചാണ് എന്നുള്ളത് ഓരോ ബോഡി അനുസരിച്ചാണ് കിട്ടുന്നത്. നമ്മുടെ ഫോർമുലയുണ്ട്, നമ്മളിതൊക്കെ നമ്മുടെ ഫോർമുല പ്രകാരമാണ് ഇവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അതുകൊണ്ടാണ് എല്ലാ ഭാഗവും കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോഴും ഈ ഫ്രണ്ടിലെ ചുഴി കറക്റ്റ് കിട്ടണം. ആ ഫ്രണ്ടിലെ ചുഴി കിട്ടാനും ഫോർമുലയുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു ഭാഗം മാത്രമായിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അളവനുസരിച്ച് ഞാനവിടെ ഫ്രണ്ടിൽ ആംഹോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതിലൊന്നും ഒരു വ്യത്യാസം വരുത്താൻ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് വേണമുള്ളൂ. എന്ത് ചെയ്യുന്നു, സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കി ഏതാ ഭാഗം എന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അതെ, നമ്മുടെ ടെക്കൊക്കെ ഇട്ടിട്ടുള്ള ഭാഗമാണത്. അതെ, ഫ്രണ്ടിലെ ഡാർട്ടുള്ള ഭാഗം ഈ ഒരു ഏരിയയാണ്. കണ്ടില്ലേ, നമ്മുടെ ആംഹോളിൻ്റെ ഭാഗമാണ്. ഈ ആംഹോളിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കും. ഒരു ഭാഗത്ത് നമുക്ക് ഓവർലോക്ക് ചെയ്യേണ്ടതുണ്ട്, ലാസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കുക. അതിന് ശേഷം ഇതിനകത്തേക്ക് കൈ കൊണ്ടുപോവുക. കൈ കൊണ്ടതിന് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. ആ തുമ്പ് പുറത്തേക്ക് വരാതിരിക്കട്ടോ അതാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, എന്നിട്ട് നമ്മുടെ നല്ല വശം ഉണ്ടല്ലോ, ഉള്ളിലെ നല്ല വശം, ആ നല്ല വശത്തെ സൂചി നമുക്ക് നിർത്തി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ സ്ലീവാണത്. ആ സ്ലീവിന് ഞാൻ എന്ത് ചെയ്യണം, പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ചെയ്തത് അതേ സ്ലീവിൻ്റെ വശത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഈ ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിക്കുക. എന്നിട്ട് ഈ നല്ല വശം ഉണ്ടല്ലോ, ഈ നല്ല വശം നമ്മളിവിടെ കുത്തി വെച്ച് നല്ല വശത്ത് വെച്ച് കൊടുക്കുക. അതെ, ഇവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, സൂചി കുത്തിയതിന് ശേഷം ഫൂട്ട് പൊക്കിയിട്ട് ബാക്കിയുള്ള വശങ്ങൾ ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ചുറ്റുഭാഗം അടിച്ച് തീർക്കുക. നൂലൊന്ന് പൊട്ടിയിട്ടുണ്ട്, അതൊന്ന് ശരിയാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, ശരിയാക്കിയിട്ടുണ്ട്. നമ്മൾ വാങ്ങുന്നതുകൊണ്ട് തയ്ച്ചു കൊടുക്കും.
ഫുൾ റൗണ്ടിൽ അത് കഴിഞ്ഞു. ഇനി ടച്ച് ചെയ്യാൻ മടിയുള്ള ബുദ്ധിമുട്ട് അത് പറ്റില്ല എന്തായാലും ഇതാണ് ഇതിൻ്റെ രീതിയിൽ ചെയ്യുന്നതാണ് വൃത്തി. പക്ഷേ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചുരിദാറിനൊക്കെ വെക്കുന്നത് പോലെ സ്ലീവ് വെച്ച ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്ത് ചെയ്യട്ടെ. സ്റ്റിച്ച് ചെയ്ത് തരണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരികയും ചെയ്യാം. ഓക്കെ, ഞാൻ ബ്ലൗസിന് സ്റ്റിച്ച് ചെയ്യാറ്. ഇതാണ് ഇതിൻ്റെ വൃത്തി. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതും. ഓക്കെ, രണ്ടാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതും. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിവിടെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഈ ഒരു ഭാഗത്തുനിന്ന് ജസ്റ്റ് ഓവർലോക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മൾ സ്ലീവിൻ്റെ ഒരു റൗണ്ട് ഉണ്ടല്ലോ, ഇവിടെയും ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കൽ. അതോടെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ട് കഴിയും. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഹെം ചെയ്യാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതായത് നമ്മുടെ നെക്ക് ഹെം ചെയ്യണം, അതേപോലെ ഈ ബേക്കിലെ ഭാഗം ഒന്ന് ഹെം ചെയ്യണം. പിന്നെ നമ്മുടെ ഹുക്ക് വെക്കാനുള്ള പാർട്ടും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഹുക്ക് വെച്ച് പിടിപ്പിക്കണം. ഇത് മാത്രമുള്ള ഇന്ത്യയിലെ പണി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒന്ന് ഓവർലോക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ ഓവർലോക്കൊക്കെ കഴിഞ്ഞു. തുമ്പ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഈ ബാക്ക് സൈഡിൽ ഇതേ ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇത് നമ്മൾ കഴിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സെയിം കളർ നൂല് രണ്ടഴയിൽ കോർത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഹെം ചെയ്ത് വരാം. ഈ ഒരു ഭാഗത്തുനിന്ന് ഹെം ചെയ്ത് വരാം. സെയിം കളറിൻ്റെ നൂല് തന്നെ ഇട്ട് കൊടുക്കട്ടോ. അതെ, ഈ ഒരു രീതിയിൽ ഇവിടെ സ്റ്റിച്ച് കാണുമ്പോൾ പുറത്തേക്ക് സ്റ്റിച്ച് കാണുന്നത് ചെറിയ രണ്ട് ഡോട്ട് മാത്രമേ കാണുള്ളൂ അല്ലേ, അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വരണം. നമ്മൾ ശ്രദ്ധിക്കാതെ ഇവിടെ ഇങ്ങനെ ഹെം ചെയ്ത് വരുമ്പോൾ ബേക്കിൽ കണ്ടില്ലേ, ഈ ഡോട്ട് മാത്രമേ ബേക്കിൽ വരുള്ളൂ. ഇത് ഫുള്ളായിട്ടുണ്ട്. ഹെം ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തേക്കുന്ന സമയത്ത് ഈ സ്റ്റിച്ച് പൊട്ടിച്ച് വിടാം കേട്ടോ. ഇതേപോലെ തന്നെ ഇവിടെയും സ്റ്റിച്ച് ചെയ്യണം. അതേപോലെ നമ്മുടെ ഫ്രണ്ടിലെ നെക്കിലും സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, സ്റ്റിച്ചെല്ലാം ഹെം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഹെമ്മിങ് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലൈന് ഫുള്ളായിട്ട് തുന്നി ഉണ്ടല്ലേ. നമുക്കിനി പുറത്തുള്ള സ്റ്റിച്ച് അയച്ചെടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അത് ഇസ്തിരി ഇടുമ്പോൾ ചെയ്യാം കേട്ടോ. ഇതേപോലെ തന്നെ നെക്കിൻ്റെ ഭാഗവും നമ്മൾ ഹെം ചെയ്തിട്ടുണ്ട്. അതും നമ്മൾക്ക് ഇത് ഈ ഒരു സ്റ്റിച്ച് അയച്ചെടുക്കുമ്പോൾ കാണാൻ പറ്റുള്ളൂ. അത് നമുക്ക് പിന്നെ ചെയ്യാം. ഇനി വരുന്നത് നമ്മുടെ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹുക്ക് വെക്കാൻ വേണ്ടി നമ്മളിത് ഈ ഒരു ഭാഗത്ത് ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ മേലേക്ക് വെക്കാം. എന്നിട്ട് ഏതൊക്കെ ഭാഗത്താണ് നമുക്ക് ഹുക്ക് വേണ്ടത് എന്നുള്ളതൊന്ന് അടയാളപ്പെടുത്താം. ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ലാസ്റ്റിലും വരും. അതുപോലെ ഒരെണ്ണം അതേ സെൻറ്ററിൽ വരുന്നുണ്ട്. ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയും. ഈ ഭാഗങ്ങളിൽ ഹുക്ക് വെക്കാനേ ഉള്ളൂ. താഴ്ഭാഗത്ത് തന്നെ വെച്ച് തരുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഹുക്ക് വെച്ചതിന് ശേഷം ലാസ്റ്റിൽ ഹുക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ടോ ഞാൻ തുന്നുന്നത്. ഇവിടെ ഒരെണ്ണം തുന്നി തരാം. തുന്നിയതിന് ശേഷം നമ്മുടെ നൂലിനെ തന്നെ മേൽഭാഗത്തേക്ക് തന്നെ വെക്കുക. ഈ ഒരു ഭാഗത്ത് ഈ ലോക്ക് ചെയ്യുന്നത് പല രീതിയിലും ചെയ്യട്ടെ. നമുക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ വഴക്കാണത്. ആ കൈവഴക്കത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ പെട്ടെന്നൊരു ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തുന്നീൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തുനിന്ന് മേലേക്ക് എടുക്കാം. സൂചിനെ മേലേക്ക് എടുക്കാം. അതിനുശേഷം ഈ ഭാഗത്തുള്ള നൂലിനെ ഇങ്ങനെ ചുറ്റിക്കുക. ഈ സൂചിൻ്റെ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച ശേഷം നമ്മുടെ ഈ നൂലുണ്ടല്ലോ, ആദ്യം നമ്മൾ കൊണ്ട് മാറ്റി വെച്ച നൂല്, ആ നൂലിനെയും കൂടി ഒറ്റ വട്ടം ചുറ്റിക്കുക. ഓക്കെ, എന്നിട്ട് നൂലിനെ വലിച്ചെടുക്കുക.
അതൊരു ലോക്കാണ്. ആ ലോക്കിന് അഴിയൂല. ഓക്കെ, അതേപോലെ ഒരു ലോക്ക് കൂടി ഇട്ട് കൊടുക്കാം. സിമ്പിളാണ്, ഇങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് നൂലിൻ്റെ നമ്മുടെ ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരാം. എന്നിട്ട് നമ്മുടെ സൂചിയുടെ പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പുറത്തെ നൂലിനടുത്തോട്ടും ഒരു മറിക്കൽ മറിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞു അല്ലേ? അത് ലോക്കായിട്ടുണ്ട്. ഇനി അതേ നൂലിനെ തന്നെ പുറത്തേക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ആദ്യം കൊണ്ടുവന്ന ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും എടുത്തിട്ട് ഒന്നുകൂടി ലോക്ക് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വട്ടം കൂടി കൊണ്ടുവന്നിട്ട് ഈ ഒരു രീതിയിൽ ഹുക്കിനെ ലോക്ക് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവരും ഒരേപോലെയല്ല, പലർക്കും പല രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് അവിടെ ലോക്ക് വേറെ ഏതെങ്കിലും രീതിക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതാകുമ്പോൾ ഒന്നും കൂടി കരുത്തിൽ ലോക്കായിട്ടോടെ കൊടുക്കും, പെട്ടെന്ന് അങ്ങോട്ട് അഴിഞ്ഞു വരില്ല. ഈ ഒരു ഭാഗം പെട്ടെന്ന് അഴിഞ്ഞു വരില്ല. ഓക്കെ, അങ്ങനെ ചെയ്യാം. നമുക്കിനി മറ്റുള്ള 4 ഹുക്കുകളും ഇതേപോലെ തന്നെ ചെയ്തു വരാം. അതിനുശേഷം നമുക്ക് നമുക്ക് ഒന്ന് തേച്ച് മിനുക്കി റെഡിയാക്കാം കേട്ടോ. 4 ഹുക്കും നമ്മൾ അതേപോലെ തുന്നി വന്നിട്ടുണ്ട്. 5ാമത്തെ നമുക്ക് ഒന്നുകൂടി തുന്നി കാണിക്കട്ടോ. അതെ, വെക്കുന്ന ആ കറക്റ്റ് ഭാഗത്ത് നമ്മൾ വെക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗത്തുനിന്ന് കൊണ്ടുവരാം. 2 വട്ടമായിട്ട് അത് തുന്നിയെടുക്കുക. ഓക്കെ, 2 വട്ടമായിട്ട് തുന്നിയെടുക്കുക. എന്നിട്ട് തൊട്ട് താഴെയുള്ള ഹോളിലും അതേപോലെ തന്നെ 2 വട്ടമായിട്ട് തുന്നി വരും. പിന്നെ നമ്മൾ നൂല് 4 ഇഴലാണ് കേട്ടോ ഉള്ളത്, അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, 2 വട്ടമായിട്ട് തുന്നി വന്നു. അതിനുശേഷം നമ്മുടെ ഈ നൂലിനെ മേലേക്ക് വെക്കുക. അങ്ങനെ പുറത്തേക്ക് അങ്ങനെ വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ നൂലിൻ്റെ ഈ മണ്ടഭാഗം ഹുക്കിൻ്റെ ഈ മണ്ടഭാഗത്ത് ചെറിയൊരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ് പോലെ ഉണ്ടല്ലേ, നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറിയിലൊക്കെ കണ്ടിട്ടില്ല റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഗ്യാപ്പ് പോലെ ജസ്റ്റ് ഒരു തുന്നൽ കൊടുക്കാം. അതിനുശേഷം സൂചിയുടെ ഈ ഭാഗത്ത് നൂലിനെ നമ്മുടെ ഹുക്കിനകത്തേക്ക് കയറ്റുന്നു. കണ്ടല്ലേ, ഹുക്കിനകത്തേക്ക് കയറ്റുന്നു. അതിനുശേഷം സൂചിയുടെ പുറത്തേക്ക് ഇങ്ങോട്ട് എടുക്കുന്നു. എന്നിട്ട് സൂചിയുടെ നമ്മൾ ആദ്യം മാറ്റി വെച്ച നൂലിനെ സൂചിയുടെ ഉള്ളിലേക്ക് ഒറ്റ തവണ, പിന്നെ നേരെ അത് ലോക്ക് ഇടണം. വലിച്ച് ടൈറ്റാക്കിയാൽ തന്നെ അത് പിന്നെ ലോക്കാണ്. ആ ലോക്ക് പിന്നെ പെട്ടെന്ന് പോരൂല ഇങ്ങോട്ട്, ഉണ്ടല്ലേ. അവിടെ അതേപോലത്തെ 2 കെട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ചെയ്യുക, അതിനെ ഇങ്ങോട്ട് വലിക്കുക, ഇങ്ങനെ കെട്ട്. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ലോക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ശേഷം നമ്മൾ എവിടെ നിന്നാണോ തുന്ന ആരംഭിച്ചത് അവിടെ തന്നെ വരാം. അവിടെ ഒരു വട്ടം കൂടി ഇങ്ങനെ തുന്നി വന്നിട്ട് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ 2 വട്ടം സൂചിനെ ചുറ്റിക്കുക, വലിച്ചെടുക്കുക. ബസ് ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് അടിപൊളിയായിട്ട് തേച്ചെടുക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരു ഭാഗം അതേപോലെ നമ്മുടെ സൈഡ് ഭാഗത്തുനിന്ന് ബേക്കിലേക്ക് തേച്ച് പോകണം കേട്ടോ. ഓക്കെ, ഈ ഒരു ഭാഗം ക്ലിയറായി. ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാർക്കിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. അതൊക്കെ നമുക്ക് ഇപ്പോൾ തേക്കുമ്പോൾ തന്നെ പോകും കേട്ടോ.
നമ്മൾ ഹെം ചെയ്ത ഭാഗമാണത്. ഇവിടുത്തതാണ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സ്റ്റിച്ച് അയക്കേണ്ടത്. ഈ ഒരു ഭാഗത്തെ സ്റ്റിച്ചാണ്. നമ്മൾ സെൻറ്ററിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ അടയാളങ്ങൾ ചെറിയൊരു ചൂട് തട്ടി കഴിഞ്ഞാൽ പിന്നെ എല്ലാ അടയാളങ്ങളും പോകും കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് എന്ത് ചെയ്യാം, അയച്ചെടുക്കാം. വലിയ സ്റ്റിച്ച് ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റാവുന്നതേ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ല നമ്മുടെ ബാക്ക് സൈഡാണിത്. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തത് അയച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ബാക്ക് സൈഡിൽ ഹെം ചെയ്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ സ്റ്റിച്ച് മടക്കി അടിച്ചതും പിന്നെ നമ്മൾ ലാസ്റ്റിൽ ഹെം ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ നെക്കും ചെയ്യണം, എങ്കിലേ ആ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു വൃത്തി ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കൊണ്ട് കിട്ടുള്ളൂ. നെക്കും നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ഇതേ സ്റ്റിച്ച് ചെയ്യുക ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഹെം ചെയ്തത് മാത്രമായിട്ട് വെക്കണം. ഓക്കെ. ഇതിനാണ് നെക്കിൻ്റെ ഭാഗം തയ്ക്കുന്ന സമയത്ത് നമ്മൾ വലിയ സ്റ്റിച്ച് ആക്കിയിട്ട് തയ്ച്ചത്. പെട്ടെന്ന്, അതായത് തുണിക്ക് കേടുപാടില്ലാണ്ട് നമുക്ക് ആ സ്റ്റിച്ച് പെട്ടെന്ന് അയച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ ഏതൊരു കസ്റ്റമറാണെങ്കിലും ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ നെക്കിൻ്റെ ഭാഗവും ബാക്ക് സൈഡും അതേപോലെ തന്നെ പറ്റുമെങ്കിൽ സ്ലീവിൻ്റെ താഴ്ഭാഗം, അതെ ഈ സ്ലീവിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെയും ഹെം ചെയ്ത് കൊടുക്കലാണ് വൃത്തി കേട്ടോ. അങ്ങനെ തന്നെ നോക്കി നോക്കാം. നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ഭാഗവും ഹെം ചെയ്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം നോക്കി നോക്കാം. കണ്ടില്ലേ, സ്റ്റിച്ച് ചെയ്ത ഭാഗവും ഹെം ചെയ്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ കുറച്ചൊരു വൃത്തികേടാണ്, ഇവിടെ കുറച്ചുകൂടി നീറ്റായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ അയച്ചെടുത്തതുപോലെ തന്നെ ഇവിടെയും അയച്ചെടുക്കണം. ഇനി നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇതും അങ്ങോട്ട് അയച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ആവശ്യമില്ലാത്തൊരു സ്റ്റിച്ചാണ്. ഓക്കെ.
നിങ്ങൾ നോക്കി നോക്കുക. നമുക്ക് സ്റ്റിച്ച് പറഞ്ഞതിൻ്റെ വ്യത്യാസം, സ്റ്റിച്ച് ഇല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് കണ്ട വ്യത്യാസം നമ്മൾ നോക്കി നോക്കാം. ഇതൊത്തി ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് അയച്ചാം. അപ്പോൾ ഉള്ളതും നമ്മൾ അയച്ചെടുത്തുകൊണ്ട് നല്ല നീറ്റായിട്ട് തന്നെ തേച്ച് വൃത്തിയാക്കി ഹെം ചെയ്തു. ഇനി നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ ബ്ലൗസിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എന്നോട് നേരിട്ടിട്ടോ ചോദിച്ചറിയാം കേട്ടോ. ഓക്കെ. ഇതിലിപ്പോൾ നമുക്ക് 2 ഭാഗങ്ങൾ മാറ്റി വെച്ചതുണ്ട്. ഒന്നാമത് ഷോൾഡർ ഫോർമുല എടുക്കാത്തത് വേറെ ഒന്നുമില്ല, നമ്മൾ ബേക്കിലേക്ക് നെക്ക് എടുക്കാത്തത് കൊണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഉള്ളത് നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗമാണ് എടുക്കാറുണ്ടായിരുന്നത്. അതുപോലെ ഷോൾഡർ ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള മെയിനായിട്ട് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഡാട്സിൻ്റെതാണ്. ഡാട്സ് വന്നിട്ടുള്ള അളവുകൾ, അതായത് ഈ ഗ്യാപ്പ് എങ്ങനെ കിട്ടി, ഒരു ബോഡിക്ക് അനുസരിച്ച് ഇവിടെ കിട്ടേണ്ട ഈ ഗ്യാപ്പ് എങ്ങനെയാണ്, ഇതിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത്, അതേപോലെ ഓരോ അളവിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു പട്ടഭാഗം കണ്ടില്ലേ, ഈ ഒരു രീതി എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, എങ്ങനെയാണെന്നല്ല ഇതിൻ്റെ അളവ് എങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കേണ്ടത് എന്നുള്ളത് മെയിനായിട്ട് ഈ ഒരു ഭാഗമാണ് ഇവിടെ ഇതിൽ പഠിക്കേണ്ടത് ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.